വെൽക്കം ബാക്ക് ടു കിച്ചൺ ടീൽസ്. അങ്ങനെ ഞങ്ങൾ 1.5 years കൊണ്ട് 100K ആയി. എന്താണെന്നറിയില്ല, സന്തോഷം കാരണം കണ്ണ് നിറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. എൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തിരുന്ന മന്ന, ജിജോ ആൻഡ് ജോർജി. എൻ്റെ മെയിൻ ക്രിട്ടിക്കാണ് ജോർജി. പിന്നെ ഞങ്ങളുടെ കിച്ചൺ ടീൽസിൻ്റെ മെയിൻ ആളുണ്ട് ഫ്രെഡിയാണ് ഞങ്ങളുടെ ക്യാമറ വർക്ക് ഫുൾ ഹാൻഡിൽ ചെയ്ത്. താങ്ക് യു സോ മച്ച് ഫ്രെഡി ആൻഡ് മന്ന. സൂര്യ ചേച്ചി എൻ്റെ കൂടെ ഒരു 12 years ആയിട്ട്, എനിക്ക് തോന്നുന്നു ജോർജി 3 വയസ്സായപ്പോൾ തൊട്ട് പറയാൻ പറ്റുന്നില്ല. ആൻഡ് സൂര്യ ചേച്ചി എൻ്റെ കൂടെ 12 കൊല്ലമായിട്ടുണ്ട്. ആൻഡ് ഷാഹിദ എൻ്റെ കൂടെ 2 കൊല്ലമായിട്ടുള്ളൂ. പക്ഷേ 12 കൊല്ലത്തിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഷാഹിദയുടെ ഫാമിലിയും ആൻഡ് സൂര്യ ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ കൂടെ. അപ്പൊ ഞങ്ങളുടെ കിച്ചൺ ടീൽസ് ഹോൾ ടീമായിട്ട് ഞങ്ങൾ ഹയറ്റില് ലഞ്ച് ബുഫേ അവിടെ കിടക്കും. കുറച്ച് ദിവസമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തു പോടുന്നത്. ബട്ട് ഇന്നാണ് പറ്റിയത്. ആൻഡ് ഹയറ്റ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ്, 5 minutes ഉള്ളൂ. അപ്പൊ അത് കാരണം പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും നോക്കിയില്ല. ചേച്ചി ചോറ് തന്നെ എടുക്കുക. ചേച്ചി ചോറ് എടുക്കല്ലേ, വേറൊരു സാധനം എടുക്ക്. ഷാഹിദ എന്താ ആദ്യം എടുക്കണേ? മലബാർ കഫേയിലാണ് ഞങ്ങൾ പോയത്. ബിക്കോസ് മൾട്ടി ക്യൂസിൻ ബുഫേ ആണിത്. ഇറ്റാലിയൻ, നമ്മുടെ നാടൻ ഡിഷസ്, അറബിക് ഡിഷസ്, പിന്നെ കോണ്ടിനെൻ്റൽ. ആസ് യൂഷ്വൽ ഈ സാലഡും ഈ ഡിപ്പുകളും ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. ആൻഡ് ഞാൻ എപ്പോഴും ആദ്യം അത് തന്നെയാണ് എപ്പോഴും എടുക്കാറ്. പിസ്സാസും ഭയങ്കര നല്ലതായിരുന്നു അവിടുത്തെ. മന്നേം ജോർജി എപ്പോഴും പറയും അമ്മേനെ ബുഫേനെ കൊണ്ടുവന്ന് ഭയങ്കര വേസ്റ്റാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും സാലഡ് ആണ് ആദ്യം കഴിക്കുന്നത്. ചിലപ്പോൾ അത് മാത്രമേ കഴിക്കുകയുള്ളൂ. ബട്ട് എനിക്ക് അത്രയും ഇഷ്ടമാണ് സാലഡ്. ആൻഡ് ഇത്രയും വെറൈറ്റി ഉള്ളപ്പോൾ എനിക്ക് വേറെ അധികം ഡിഷസ് ഒന്നും ട്രൈ ചെയ്യാൻ തോന്നാറില്ല. ആൻഡ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ സാലഡ്സ് എക്സ്പേർട്ട് ആയത് ആക്ച്വലി. എനിക്ക് പൊട്ടേറ്റോ വേണ്ട, ക്യാരറ്റ് ഇഷ്ടം. സാലഡ്സിൻ്റെ കൂടെ ഞാൻ എടുത്തത് ഒരു വെജ് ബ്രോക്കലി ബേക്ക്, പിന്നെ ബീഫ് സ്റ്റേക്ക്. 100Kയുടെ ചിലവ് ഞാൻ ഇതിലൊന്നും ഒതുക്കിയാൽ പോരാ. ബിക്കോസ് അത്രയും എഫേർട്ട് ഇവരെല്ലാവരും ഇട്ടിട്ടുണ്ട്. ചിക്കനാണോ എവിടെ ഇരിക്കുന്ന? അറ്റത്താ ചേച്ചി? ബിരിയാണി പോയി എടുക്ക്. ചിക്കനാ? എന്താ എടുക്കണേ? ഓ ദൈവം, ഇത് വീട്ടിൽ നിന്ന് കഴിച്ച് മതിയായില്ലേ? ഷാഹിദ പറഞ്ഞ പോലെ ആക്ച്വലി സമൂസ പൊളിയായിരുന്നു കേട്ടോ. എനിക്ക് റുമാലി റൊട്ടി വേണം. അതുണ്ടല്ലോ, റുമാലി റൊട്ടി ഇല്ലേ? സമൂസയുടെ കാക്കി മറ്റേ ഇതാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഷീറ്റ് ഇതുപോലെയല്ല, സൂര്യ ചേച്ചി ഇടയ്ക്ക് ലേറ്റ് ആകുമ്പോഴേ ചേട്ടനെയാണ് ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്. ഇവിടുത്തെ ഡിസേർട്ട് കൗണ്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. മാംഗോ ചീസ് കേക്ക് ആയിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഡെസേർട്ടിന്റെ ഫാൻസാന്ന് തോന്നുന്നു. ചേച്ചി ഏതെടുത്ത്? എന്നെ പോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ഡയറ്റാണ് കേട്ടോ ഫുൾ ടൈം. ബട്ട് ഇന്ന് കൈവിട്ട് പോയി തോന്നുന്നു ഡെസേർട്ട് കൗണ്ടറിൻ്റെ അവിടെ. ഡെസേർട്ട്സിൻ്റെ ഓപ്ഷൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ട്സിൽ റാഗി പായസമൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഐസ്ക്രീമിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗുലാബ് ജാമുൻ, ചീസ് കേക്ക്, മാംഗോ ചീസ് കേക്ക് ആക്ച്വലി എനിക്കൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണമെന്ന് തോന്നി. അത്രയും നല്ലതായിരുന്നു അത്. കൂടുതലും വീഡിയോസിൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ ആയിരിക്കും കാണുന്നത്. ബട്ട് ബിഹൈൻഡ് ദ സീൻസിൽ ഇവരെല്ലാവരും ഇടുന്ന എഫേർട്ട് ചില്ലറയല്ല. ആൻഡ് എന്നെപ്പോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആണ് എല്ലാവരും തന്നെ. ജിജോയുടെ ഫേവറേറ്റ് ആണ് ഗുലാബ് ജാമുൻ ആൻഡ് ഐസ്ക്രീം. അപ്പോൾ അതുള്ള കാരണം ജിജോ ഹാപ്പി ആയിരുന്നു. ഗുലാബ് ജാമുനും ഐസ്ക്രീമും ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ ട്രൈ ചെയ്യുന്നതാണ്, പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റ് മേടിച്ചിട്ട്. അത് ആക്ച്വലി നല്ലൊരു ഡെസേർട്ടാണ്. നമുക്ക് ഇപ്പോൾ കുറേ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് നല്ല. ഈ കിച്ചൺ ടൈൽസിലിടുന്ന കണ്ടന്റ് വരെ ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയ തോതിലെങ്കിലും ഒരു ഡിസ്കസ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അതിലും ഇവരുടെ എല്ലാവരുടെയും ഇൻപുട്ട് ഉണ്ട്. റാഗി പായസം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ശരിക്കും റാഗി അവർ കുക്ക് ചെയ്തിട്ട് ശർക്കരയിൽ നമ്മുടെ നോർമൽ പായസം ഉണ്ടാക്കുന്ന പോലെ ആഡ് ചെയ്തു. ബട്ട് എനിക്കങ്ങനെ ഭയങ്കര ടേസ്റ്റ് തോന്നിയില്ല. നമ്മുടെ സാധാ പായസമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ നമുക്കൊരു ടേസ്റ്റിൽ കുറവ് തോന്നുള്ളൂ. ബട്ട് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല ഓപ്ഷനാണിത്. ചേച്ചി കഴിഞ്ഞ ചേച്ചിന്റെ എപ്പ തരൂ ഇത്? എന്തൊരു കഷ്ടമാണ്. എത്ര ദിവസമായി? അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇന്നലെ കട്ട് ചെയ്തിട്ട് വന്ന് എടുത്ത് തയ്ക്കണോളൂ. തയ്ച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഞാൻ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്തതിനെ കാണിച്ച് വേണ്ട കുഴപ്പമില്ല. ഞാനിപ്പോ വരും. എന്തായാലും 5 minute
ശരി. ആ വന്നു. പിന്നെ നിങ്ങളുടെ കമൻസിൽ എപ്പോഴും ഉള്ള എൻ്റെ ഡ്രസ്സസ് എവിടെ സ്റ്റിച്ച് ചെയ്തതെന്നും ബ്ലൗസസ് എവിടെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ചോദിച്ച ആളായിട്ടാണ് കേട്ടോ ഇപ്പോൾ തല്ല് നടന്നത്. ഇടയ്ക്ക് ആളെ ഒന്ന് വട്ടാക്കിയില്ലെങ്കിൽ എനിക്കൊരു സുഖം കിട്ടില്ല. അപ്പോൾ ചേച്ചിക്ക് നമ്മുടെ ശ്രീകൃഷ്ണ ഇനിന്ന് മൈസൂർ പാക്കും സ്പൈസി മുറുക്കും. സ്പൈസി മുറുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇതാണ് നിങ്ങൾ എപ്പോഴും എൻ്റെ എല്ലാ കമൻസിലും ചോദിക്കണ എൻ്റെ ടൈലറിങ് ഷോപ്പ്. ചായക്കാരൻ മോളിൽ പോയിട്ടുണ്ട്. ചായ വേണ്ട ചേച്ചി. എന്താണ് ഇന്ന് ഇത് എൻ്റെ 100K ആവണേൻ്റെ ഇതാണ് കേട്ടോ. എന്നാ ഇത് പിടി, ഇത് പിടി. 100K